ഗുരുയാനത്തിലേക്ക് സ്നേഹവന്ദനം. തമോന്മുഖം ജീവിതം പ്രഭാമയം സന്നിധാനം. യേശുവിൻ്റെ ഏഴുമൊഴികളിലൂടെ, അന്ത്യമൊഴികളിലൂടെ ലഘുവായ ധ്യാനത്തിലായിരുന്നു നമ്മൾ. ഏഴെപ്പോഴും ഒരു പൂർണ്ണതയുടെ അടയാളമൊക്കെ ആയിട്ടാണ് കരുതപ്പെടുക. നമുക്കറിയാം, നമ്മുടെ ലോകം കടന്നു പോകുന്ന വലിയൊരു ഭീഷണിയുടെ കാലം. ഇറ്റലിയിൽ നിന്ന് ഒരു രീതി ആരംഭിച്ചു. ചുവരുകളിലും ജാലകങ്ങളിലുമൊക്കെ ഇങ്ങനെ മഴവില്ല് കടുംവർണ്ണങ്ങൾ കൊണ്ട് വരച്ചിടുക എന്നുള്ളത്. യൂറോപ്പ് ആ ഒരു രീതി ഏറ്റെടുത്തിട്ടുണ്ട്. മഴവില്ല് നമുക്കറിയാം, വേദപുസ്തകത്തിൻ്റെ ഭാഷത്തിൽ പ്രതീക്ഷയുടെ അടയാളം. ഇനിമേൽ ഭൂമിയെ നശിപ്പിക്കില്ല എന്ന ദൈവത്തിൻ്റെ അടയാളമായിട്ട് ഇങ്ങനെ ആകാശത്ത് മഴവില്ലുണ്ടായെന്നൊക്കെയാണ് നോഹയുടെ കാലത്തെ പ്രളയകഥയുമായി ബന്ധപ്പെട്ട് നമ്മൾ വായിച്ച് അവസാനിപ്പിക്കുക. പ്രത്യാശയുടെ മഴവില്ല. അതുപോലെ ഈ ഒരു 7 മൊഴികളും നമ്മളിങ്ങനെ കൂട്ടിച്ചേർത്ത് വരയ്ക്കുകയാണെങ്കിൽ കുരിശിലുമില്ലായിട്ടൊരു മഴവില്ല് തെളിയും. നമ്മൾ പ്രത്യാശയിലേക്ക് നയിക്കുന്ന, ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന, മരണത്തെ ഭയപ്പെടണം തോന്നിപ്പിക്കുന്ന എന്തോ ഒന്ന് ഈ 7 മൊഴികളിലുണ്ട്. ഇവിടുത്തെ അവസാന മൊഴികളിലേക്ക് തന്നെ വരിക. അപ്പോൾ അങ്ങയുടെ കരങ്ങൾ എൻ്റെ പ്രാണനെ ഞാൻ അർപ്പിക്കുന്നു. ബോധപൂർവം പിതാവെന്ന് വിളിക്കാത്ത കാരണം നമ്മുടെ ഒരു ബൈബിൾ വിവർത്തനത്തിൽ സംഭവിച്ച ഒരു ജാഗ്രത കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. യേശു ഉപയോഗിച്ച വാക്ക് അബ്ബ എന്ന് പറഞ്ഞ വാക്കാണ്. അതിന് തത്തുല്യമായിട്ട് വരേണ്ട അരമായിക് ഭാഷയിലെ, അരമായിക് എന്ന് പറയുമ്പോൾ ആ ഹീബ്രുവിൻ്റെ ഒക്കെ കുറച്ചുകൂടി ഒരു ലൈറ്റർ വേർഷനാണ്. അപ്പോൾ അതിനകത്ത് വരുന്ന അബ്ബ എന്ന് പറഞ്ഞ വാക്കിന് തത്തുല്യമായ പദമെന്ന് പറയുന്ന അച്ഛ എന്നോ അപ്പ എന്നോ ഒക്കെ ആയിരിക്കേണ്ടായിരുന്നു. ഒരു പക്ഷേ കുറേ കൂടി ക്ലാസിക് മലയാളം ഉപയോഗിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പിതാവെന്ന് പറഞ്ഞ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. എല്ലാ ട്രാൻസ്ലേഷനും അങ്ങനെ തന്നെയാണ്. കാത്തലിക് ബൈബിളിലും വളരെ പഴക്കമുള്ള വലിയൊരു സമൂഹം പ്രാർത്ഥിക്കുന്ന സത്യവേദ പുസ്തകത്തിലുമൊക്കെ ആ വാക്ക് അങ്ങനെ തന്നെ കിടക്കുക. ഏകദേശം 300ഓളം ഇടങ്ങളിൽ യേശു ഈ വാക്ക് ഉച്ചരിക്കുന്നുണ്ട്. അവിടെയൊക്കെ ഇങ്ങനെ പിതാവെന്നാണ്. പിതാവെന്ന് പറഞ്ഞ വാക്ക് കാര്യമായ വ്യത്യാസം നമ്മുടെ ആ ഒരു ബോധത്തിലുണ്ടാക്കുന്നില്ല. കാരണം പലപ്പോഴും നമുക്കൊരു ഡിനോട്ടേറ്റീവ് വേർഡാണ്. ഒരു ഫോമൊക്കെ പൂരിപ്പിക്കുമ്പോൾ മാത്രം നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ് പിതാവിൻ്റെ പേര്. അല്ലാതെ നിത്യജീവിതത്തിൽ ആരെങ്കിലും തങ്ങളുടെ അച്ഛനെയോ അപ്പനെയോ അഡ്രസ്സ് ചെയ്യാനായിട്ട് ആ പദം ഉപയോഗിക്കുന്നതായിട്ട് ഞാൻ കരുതുന്നില്ല. ഇല്ലെന്ന് തന്നെയാണ് എൻ്റെ വിചാരം. ചെയ്യാവുന്നൊരു കുഞ്ഞു കാര്യം യേശു ഉണ്ടാക്കിയ ആ വലിയ വ്യത്യാസത്തെ ഒന്നുകൂടി നമ്മുടെ ധ്യാനത്തിലേക്ക് കൊണ്ടുവരാനുള്ളത്. യേശു സ്പിരിച്വാലിറ്റി ഉണ്ടാക്കിയ ഏറ്റവും വലിയ വ്യതിയാനം, യേശു ഉണ്ടാക്കിയ ഏറ്റവും വലിയ കുതിപ്പെന്ന് പറയുന്നത് ദൈവത്തെ അപ്പ എന്ന് വിളിക്കാനായിട്ട് കാണിച്ച ധൈര്യമാണ്. ആ നിമിഷം തൊട്ട് എന്തൊരു പുത്രസ്വീകാര്യത്തിലേക്കാണ് ഓരോരുത്തരും വളർന്നത്. ആ പാദത്തിൻ്റെ താക്കോൽ കിട്ടിയത് കൊണ്ടാണ് ഭൂമിയിലുള്ള ആരെയും നോക്കിയിട്ട് നമുക്ക് ബ്രദറെന്നോ സിസ്റ്ററെന്നോ വിളിക്കാൻ പറ്റുന്നത്. ക്രിസ്ത്യാനിറ്റി ഭൂമിക്ക് സമ്മാനം നൽകിയ ഏറ്റവും കുലീനമായ വാക്കെന്ന് പറയുന്നത് ബ്രദർ എന്ന് പറഞ്ഞൊരു വാക്കാണ്. അതിങ്ങനെ ആദ്യ നൂറ്റാണ്ട് തൊട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതിങ്ങനെ കൃത്യമായി ഈ ബോധത്തിൽ നിന്നാണ്, മുകളിലിരിക്കുന്ന ആൾ എൻ്റെ അച്ഛനാണെന്ന ബോധത്തിൽ നിന്ന് മാത്രം പൊടിക്കാവുന്ന ഒരു ധാരണയാണ് ഈ ബ്രദർ എന്ന് പറയുക. അങ്ങനെയാണ് ക്രിസ്തുവായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യർക്കിടയിൽ ഈ വലിപ്പക്കുറവുകളെക്കുറിച്ചുള്ള ധാരണ പോയി കിട്ടിയത്. ഒരു കുടുംബത്തിനകത്ത് എന്തൊക്കെ തൊഴിലിൽ ഏർപ്പെട്ട് കഴിഞ്ഞാലും ആത്യന്തികമായിട്ട് അതൊന്നും വീടിനകത്തെ പ്രശ്നമില്ല. പുറത്ത് നോക്കുന്നവർക്ക് അതങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. വീടിനകത്ത് പ്രത്യേക സഹോദരന്മാരാണ്, ഒരു രക്തബന്ധമല്ല, കൂടെ പിറന്നവരാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ ആ വാക്കിൽ തന്നെ നമുക്കൊരു ഇത്തിരി നേരം നമ്മുടെ ഒന്ന് ശ്രദ്ധ ഏകാഗ്രമാക്കിയ നല്ലതാണ്. അപ്പോൾ അങ്ങയുടെ കാര്യങ്ങൾ എൻ്റെ പ്രാണനെ ഞാൻ അർപ്പിക്കുന്നു. ഓർമ്മിക്കണം, യേശു ആദ്യം ഉച്ചരിച്ച വാക്ക് ഇത് തന്നെ. 12-ാം വയസ്സിൽ ദേവാലയത്തിൽ വെച്ച് ഈ കുട്ടിയെ പേരൻസിന് കളഞ്ഞു പോകുന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. അവർ തിരികെ വരുമ്പോൾ 3 ദിവസത്തിന് ശേഷം ഈ ഉണ്ണിയെ കണ്ടെത്തുമ്പോൾ ദിവസം പറയുന്നത് ഇങ്ങനെ അവനിങ്ങനെ പണ്ഡിതന്മാരുമായിട്ട് സംഭാഷണത്തിൽ ഏർപ്പെടുകയാണ്. അവരുടെ ചില വിചാരങ്ങളൊക്കെ തിരുത്തുകയാണ്. അപ്പോൾ ഉദയം ആരംഭിക്കുകയാണ്. അച്ഛനും അമ്മയും വരുമ്പോൾ വളരെ കൃത്യമായിട്ട് ബാലന യേശു പറയുന്നുണ്ട്, ഞാൻ എൻ്റെ അപ്പൻ്റെ ഭവനത്തിലായിരിക്കേണ്ടതല്ലേ. 12 വയസ്സെന്ന് പറയുന്നത് ഇങ്ങനെ വലുതാകുന്ന പ്രായമാണ്. ആൺകുട്ടിയും പെൺകുട്ടിയും ഒക്കെ വളരുന്ന പിവട്ടി ഏജ് എന്നൊക്കെ പറയുന്നൊരു കാലമായി 12 വയസ്സ്. ശരീരം പാകപ്പെട്ട ആ കാലം തൊട്ട് യേശു ദൈവത്തെ വിളിച്ചിരുന്ന വാക്ക് അപ്പ എന്ന് മാത്രമാണ്. ഇടയ്ക്ക് ഒരിടത്തൊന്ന് മാറി വിളിക്കുന്നുണ്ട്. അത് നമ്മുടെ 7 മൊഴികൾ നമ്മൾ കണ്ടിട്ടുണ്ട്. വല്ലാതെ അങ്ങനെ കൈവിട്ട് പോയപ്പോൾ, വല്ലാതെ ഡീലിംഗ് ചെയ്യപ്പെട്ടപ്പോൾ യേശു ഇങ്ങനെ എൻ്റെ ദൈവമേ എന്ന് വിളിക്കുന്നുണ്ട്. മറ്റൊരിടത്തും ദൈവത്തെ അഡ്രസ്സ് ചെയ്യുമ്പോൾ പറയുമ്പോൾ ദൈവം എന്ന് അഭിസംബോധന ചെയ്യുന്നുണ്ടാകും, പക്ഷേ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എന്ന് വിളിച്ചിട്ടില്ല, അപ്പ എന്ന് മാത്രമേ വിളിച്ചിട്ടുള്ളൂ. ഇതാ അതിലേക്ക് തന്നെ മടങ്ങി വരികയാണ്. പൂച്ചക്കുഞ്ഞിനെ
വലിച്ചെറിയുന്ന കണക്കാണ് സ്നേഹം എന്ന് പറയുന്നത്. നമ്മൾ എത്ര ദൂരം വലിച്ചെറിഞ്ഞാലും പിന്നെ അത് കാൽപാദങ്ങളിൽ വന്ന് ചുണ്ടുകൂടി കിടക്കുമെന്ന് പറഞ്ഞത് കണക്ക് ഒരിക്കൽ കൈവിട്ടു എന്ന് കരുതി അതേ ദൈവബോധത്തിലേക്ക്, അതേ സന്നിധിയിലേക്ക്, അതിൻ്റെ പാദങ്ങളിലേക്ക് തൻ്റെ ശിരസ് ഉരുമി യേശു കടന്നു പോവുകയാണ്. അപ്പോൾ അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ പ്രാണനെ ഞാൻ അർപ്പിക്കുന്നു. ഈ ഒരു മൊഴിക്കകത്ത് ഒരു 3 കാര്യങ്ങളെങ്കിലും നമുക്ക് നമ്മുടെ ഒരു വിചാരത്തിന് വേണ്ടി ഒന്ന് മനസ്സിൽ സൂക്ഷിച്ചാൽ നല്ലതാണ്. ഒന്ന് അർപ്പണമെന്ന് പറഞ്ഞിരുന്ന സറണ്ടർ. പിന്നെ രണ്ടാമതായിട്ട് അത് തരുന്നൊരു വല്ലാത്ത ആശ്വാസമുണ്ട്, കംഫർട്ട്. മൂന്നാമതായിട്ട് ഇത് വെച്ച് നീട്ടുന്ന വലിയ പ്രതീക്ഷയുണ്ട്, ഹോപ്പ്. അപ്പോൾ ആ ഒരു സമർപ്പണം എന്ന് പറഞ്ഞൊരു സംഭവം, ഈ പറഞ്ഞ മനുഷ്യൻ അനുഭവിക്കുന്ന സ്വാസ്ഥ്യം, ആ മുമ്പിലോട്ട് കൊണ്ടുപോകുന്ന പ്രത്യാശയുടെ ഒക്കെ വാക്കായിട്ട് തന്നെയാണ് നമ്മളിതിനെ നമ്മുടെ ഒരു ബോധത്തിലേക്ക് കൊണ്ടുവന്നാൽ നല്ലതാണ്. ഒരു മരം എങ്ങോട്ടാണ് വീഴാൻ പോകുന്നത്? വളരെ സിമ്പിളായിട്ട് നമുക്കറിയാം അത് എങ്ങോട്ടാണ് ചാഞ്ഞിരിക്കുന്നത്, അവിടേക്ക് മാത്രമേ അത് വീഴത്തുള്ളൂ. കഴിഞ്ഞ 33 വർഷമായിട്ട് ഈ മനുഷ്യൻ ചാഞ്ഞിരുന്നത് കൃത്യമായിട്ട് അവിടെ കാൽപാദങ്ങളിലേക്കായിരുന്നു. സ്വാഭാവികമായിട്ട് ആ കാൽപാദത്തിലേക്ക് തന്നെ ഈ മരം വന്ന് വീഴണം. നമുക്കൊക്കെ ഉള്ളൊരു തെറ്റിദ്ധാരണ ഇതാണ്. പലരും വിചാരിക്കുന്നു ഭേദപ്പെട്ടൊരു ആന്തരിക ജീവിതം, കുറേ കൂടി ഇങ്ങനെ ആത്മാവിലൊരു നിറവോ കുറേ കൂടി സ്നേഹമൊക്കെ വാർദ്ധക്യകാലത്ത് നമുക്ക് ശേഖരിക്കാമെന്നുള്ള. ഇതിൽ ഏറ്റവും വലിയ തെറ്റിദ്ധാരണ ഇത്. സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഉടനീളം പുലർത്തുന്നൊരു ചായ്വ. 3 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ആത്മീയം എന്നൊക്കെയാണ് നമ്മൾ പൊതുവെ പറയുന്നത്. ഒന്നിങ്ങനെ അർത്ഥപൂർണ്ണമായ യൗവനം, 2 പ്രസാദമുള്ള വാർദ്ധക്യം, ഗ്രേസ്ഫുൾ ഏജിങ്, 3 ശാന്തമായ മരണം. ഇത് 3 കമ്പാർട്ട്മെൻ്റ് അല്ല, ഇത് 3 വളരെ ഇൻ്റർലോക്ക്ഡാണ്, വളരെ കൃത്യമായിട്ട് കണക്റ്റഡാണ്. ഓരോന്നിനോട് ബന്ധമുണ്ട്. അർത്ഥപൂർണ്ണമായ യൗവനത്തിൽ നിന്ന് മാത്രമേ സമാധാനമുള്ള അല്ലെങ്കിൽ ഗ്രേസ്ഫുള്ളായിട്ടുള്ള വാർദ്ധക്യം ഉണ്ടാവുകയുള്ളൂ. അത്തരം യൗവനത്തിലൊക്കെ സംഭവിച്ച ചില പാളിച്ചകൾ അർത്ഥപൂർണ്ണമായ യൗവനത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് നമുക്കൊക്കെ വലിയ ബുദ്ധിമുട്ട് തരുന്നുണ്ട് ഈ കാലങ്ങളിൽ. പിന്നെ ആ ഗ്രേസ്ഫുൾ ഏജിങ്ങിനകത്ത് നിന്ന് മാത്രം സംഭവിക്കുന്നതാണ് ഇങ്ങനെ ഒരു ഇല കൊഴിയുന്ന കണക്ക് സമാധാനത്തിൽ കടന്നു പോവുക. നമുക്കറിയാം ഇത് ഭൂമിയിലേക്ക് ഏറ്റവും കഠിനമായ മരണം. പക്ഷേ ഇത്രയും കഠിനമായൊരു മരണം മാനവരാശി ഇതിനു മുമ്പോ അഭിമുഖിച്ചിട്ടുണ്ടാവില്ല. യേശുവിൻ്റെ 5 മുറിവുകളെക്കുറിച്ചൊക്കെ നമ്മൾ സദാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റിൽ യേശു 5 മുറിവുകൾ ഒറ്റ മുറിവായിട്ട് ഇങ്ങനെ നിലവിളിച്ച് കടന്നു പോകുന്നൊരു സംഭവം. എന്നിട്ട് ആ വാക്കിനകത്ത് എന്തൊരു സമാധാനം. ഇൻ ദൈ ഹാൻഡ്സ് ഐ കമൻഡ് മൈ സ്പിരിറ്റ് ഓ ലോർഡ്. ഒരു ഭീതിയില്ല, ആകുലതയില്ല, പരാതിയില്ല, പരിഭവമില്ല. വെറുതെ ഒരു കുഞ്ഞ് എങ്ങനെയാണോ അമ്മയുടെ തൊട്ടിലേക്ക് ഇങ്ങനെ മയങ്ങിക്കിടക്കുന്ന ആ താരാട്ടിൻ്റെ ഒരു ഗീതത്തിലേക്ക് പതുക്കെ ഇങ്ങനെ ഉറക്കത്തിലേക്ക് വഴുതി പോകുന്ന കണക്ക് അത്രയും ശാന്തമായിട്ട് അവിടെ കടന്നു പോകും. ക്രിസ്ത്യൻ ഡെത്ത് എന്നൊക്കെ പറയുന്നത് വാസ്തവത്തിൽ വളരെ സബ്ലൈമായിട്ട് ഒന്നായിട്ടാണ് ഗണിക്കപ്പെടുന്നത്. ക്രിസ്തു ഡെത്ത് എന്ന് പറയുമ്പോൾ ക്രിസ്തു മതമാചരിക്കുന്ന അർത്ഥമല്ല, ക്രിസ്തു കേന്ദ്രീകൃതമായിട്ട് ജീവിക്കുന്നവരുടെ ഒരു മരണസങ്കല്പം. ഒന്നോർത്ത് കഴിഞ്ഞാൽ ഒരു കാത്തലിക് ട്രഡീഷനകത്ത് ദിവസം 50 പ്രാവശ്യം നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മരണത്തിന് വേണ്ടിയാണ്. ഓരോ പ്രാവശ്യവും ഈ ജപമാല അർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൃത്യമായിട്ട് പ്രാർത്ഥിക്കുന്നൊരു കാര്യമുണ്ട്, ഞങ്ങളുടെ മരണനേരത്ത് നീ ഉണ്ടായിരിക്കണമേ. അപ്പോൾ മരണനേരം എന്ന് പറയുന്നത് ആ മരണവും നമ്മളും തമ്മിൽ അഭിമുഖീകരിക്കുന്ന ആ ഒരു സ്പ്ലിറ്റ് സെക്കൻഡ് അല്ല. ഒരു സാമാന്യം യൗവനം കഴിഞ്ഞ ഏതൊരു വ്യക്തിയും തന്നെ മരണത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട ബാധ്യതയുണ്ട്. നമ്മൾ പലപ്പോഴും വിചാരിക്കുന്ന ഈ മരണം എന്നൊക്കെ പറയുന്നത് ഏതോ ഒരു കാലത്തിൽ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒന്നാണ്. ആരൊക്കെ പറയുന്ന കണക്ക് ഇങ്ങനെ അപ്രതീക്ഷിതമായിട്ട് വരുന്ന ഒരു കള്ളനെ കണക്കോ രംഗബോധമില്ലാത്ത കോമാളിയൊക്കെ ആയിട്ടാണ് മരണത്തെ നമ്മൾ കരുതുക. കാരണം നമ്മുടെ ഈ ചോരയിലുണ്ട്, നമ്മുടെ കരങ്ങളുടെ തണുപ്പിലുണ്ട് മരണം. അപ്പോൾ ആ മരണത്തെ അഭിമുഖീകരിക്കുക, ആ മരണത്തെ ഏറ്റവും സമാധാന അനുഭവമാക്കി മാറ്റുക എന്നുള്ളതൊക്കെ ജീവിതത്തെക്കുറിച്ച് ധ്യാനിക്കുന്ന ഏതൊരാൾക്കും പ്രാർത്ഥിക്കേണ്ട ബാധ്യതയുണ്ട്. കാരണം ജീവിക്കാമെന്ന കണക്ക് തന്നെ പ്രധാനപ്പെട്ടതാണ് എങ്ങനെ കടന്നു പോകുക എന്നുള്ളത്. എല്ലാ മരണങ്ങളും അത്ര ശാന്തമരണമായിട്ട് എനിക്ക് ഒരിക്കലും തോന്നുന്നില്ല. കുറച്ചധികം പേരുടെ ആ മരണക്കിടക്കയിൽ ഇങ്ങനെ അജപാലനപരമായ കാരണങ്ങൾ കൊണ്ട്, പാസ്റ്റലായ കാരണങ്ങൾ കൊണ്ട് നിൽക്കേണ്ടി വന്ന ഒരാളെന്ന നിലയിൽ ഞാൻ വിചാരിക്കുന്ന ലോകത്തെ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിലൊന്ന് ഈ ശാന്തമായ മരണം. പല മരണങ്ങളും അങ്ങനെ ആയിരുന്നില്ല. കാറ്റിൽ ഈ മരച്ചിലേക്ക് ഒടിഞ്ഞു വീഴുന്ന കണക്ക് വളരെ വിഷമിച്ചും സങ്കടപ്പെട്ടും ശബ്ദം ഉയർത്തിയുമൊക്കെയാണ് പല മരണങ്ങളും സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു ശാന്തമരണത്തിൻ്റെ ആരംഭം തുടങ്ങിയാണ്. ഇത് കൃത്യമായിട്ട് കാണണമെങ്കിൽ നമ്മൾ കുറച്ച് താഴ്ന്ന് മുമ്പോട്ട് മറിക്കുമ്പോഴേക്കും നടപടി പുസ്തകത്തിലേക്ക് എത്തും. ആ നടപടി പുസ്തകത്തിനകത്ത് ഇതേ രീതിയിൽ തന്നെയാണ് ആദ്യത്തെ ക്രിസ്തു ശിഷ്യന്മാരൊരാൾ മരിക്കുക. അയാളുടെ പേര് എസ്തപ്പാനോസ് എന്നാണ്, സ്റ്റീഫൻ എന്നാണ്. ആൾക്കൂട്ടം ഇയാളെ ഇങ്ങനെ വളഞ്ഞുകൂട്ടി ഇയാളെ കല്ലെറിഞ്ഞ് വീഴ്ത്തുമ്പോൾ ഇയാൾ അവസാനമായിട്ട് പറയുന്ന വാക്ക് യേശു പറഞ്ഞ വാക്ക് തന്നെ, നിൻ്റെ കരങ്ങളിൽ എൻ്റെ പ്രാണനെ ഞാൻ അർപ്പിക്കുന്നു. അപ്പോൾ അതൊരു പുതിയൊരു ആ മരണത്തിൻ്റെ സരണി ആരംഭിക്കാൻ പോവുകയാണ്. ഒരു റിട്രീറ്റ് സെൻ്ററിലായിരിക്കുമ്പോൾ എസ്തപ്പാനോസിൻ്റെ മരണം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറിയ കുട്ടി റിട്രീറ്റ് അറ്റൻഡ് ചെയ്യുന്ന ഒരു പാരൻസിൻ്റെ ഒരു ചെറിയ കുട്ടി ക്ലാസ്സിലേക്ക് കയറി വന്നു. അവൻ അവസാനത്തെ ഭാഗം മാത്രമേ കേട്ടുള്ളൂ. അപ്പോൾ ഒരു
ക്ലാസ്സിൻ്റെ ഒരു ഇൻട്രാക്ഷന് വേണ്ടി ഞാൻ അവനോട് ചോദിച്ചു, ഇവിടെ ആരെക്കുറിച്ച് എന്താ നമ്മളിപ്പോൾ വായിച്ചു കേട്ടത്? അപ്പോൾ ആ കുട്ടി അവിടെ ഇരുന്നുകൊണ്ട് പറഞ്ഞു, യേശുവപ്പായുടെ മരണമല്ലേ. അസല അത് യേശുവപ്പായുടെ മരണമല്ല, അത് സ്റ്റെഫാനോസിൻ്റെ മരണമാണ്. പക്ഷേ യേശുവപ്പായുടെ മരണമെന്ന് തോന്നിക്കുന്ന വിധത്തിൽ ഇങ്ങനെ ഡിക്റ്റോയാണ് ഈ സ്റ്റീഫൻ്റെ മരണം. ഇപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന ആ വിചാരം ഇതാണ്, വലിയൊരു അർപ്പണത്തിൻ്റെ നിമിഷമായിട്ട് ഈ മരണത്തെ കണ്ടാൽ നല്ലതാണ്. എൻ്റെ പ്രാണനെ നീ എടുത്തുകൊള്ളുക. നീ തന്ന പ്രാണന് ഒരിക്കലും മരണം ഉണ്ടാകുന്നില്ല. പെന്തക്കോസ്ത ആ ദിനങ്ങളിലൂടെ ആയിരുന്നു നമ്മൾ കടന്നു പോയിരുന്നത്. പെന്തക്കോസ്ത എന്ന് പറയുന്നത് വാസ്തവത്തിൽ നമ്മളുടെ ബ്രത്തിനെക്കുറിച്ച് നമുക്ക് ബോധം ലഭിക്കുന്നൊരു കാലമാണ്. ആത്മാവ് ഇങ്ങനെ നമുക്കറിയാം, ഇങ്ങനെ സദാ വീശിക്കൊണ്ടിരിക്കുന്ന അനുഭവത്തിൻ്റെ പേരാണ് ആത്മാവ്. ദിവസത്തിൻ്റെ ആരംഭം നമ്മളത് വായിക്കുന്നുണ്ട്. ആദിയിലിങ്ങനെ ജലത്തിന് മീതെ ആത്മാവ് സഞ്ചരിച്ചുകൊണ്ടിരുന്നു. പക്ഷേ എപ്പോഴാണോ ആ ആത്മാവെന്ന് പറഞ്ഞ് വിൻഡ്, കാറ്റ് നമ്മുടെ ശ്വാസമായി മാറിയ ആ നിമിഷം തൊട്ടാണ് ഈ മനുഷ്യനെന്ന് പറഞ്ഞ സൃഷ്ടി ആരംഭിക്കുക. അപ്പോൾ ഈ ശ്വാസം ഇങ്ങനെ അവിടത്തേക്ക് മാത്രം കടപ്പെട്ടതാണ്, അവിടത്തേക്ക് മാത്രം തിരികെ നൽകേണ്ടതാണ്. ഈ ശ്വാസത്തിലായിരിക്കുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട, നിൻ്റെ ശ്വാസത്തിലാണ് എൻ്റെ ജീവൻ. അതൊരു മരണം വഴിയല്ല വാസ്തവത്തിൽ. എന്താ ജീവിതം എന്ന് പറയുമ്പോൾ, എന്താ ജീവിതം എന്ന് പറയുന്നത്? ഇന്ന് ദിവസം എന്താണെന്ന് ഓർമ്മിക്കുക. ഇത് നമ്മൾ ഇത്രയും കാലം ജീവിച്ച ജീവിതമാണോ നമ്മുടെ ജീവൻ എന്ന് പറയുന്നതല്ല. നാളെ നമ്മൾ ജീവിക്കുന്ന കരുതുന്ന ജീവിതത്തെക്കുറിച്ച് നമുക്ക് കാരണമായ ധാരണയില്ല. നമുക്ക് ആകെപ്പാടുള്ള ബ്രത്ത് എന്ന് പറഞ്ഞാൽ ഈ നിമിഷത്തെ ശ്വാസം മാത്രം. അപ്പോൾ ആ ശ്വാസം ആ നിർമ്മലമായി കൊണ്ടാടാനാവുക, ആ ശ്വാസം അതിൻ്റെ ഏറ്റവും ശുദ്ധിയോടുകൂടി തിരികെ കൊടുക്കാനാവുക എന്നൊക്കെ ഉള്ള ആ ഒരു വിചാരത്തിലാണ് നമ്മളെ തന്നെ ഒന്ന് കേന്ദ്രീകരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇൻ ടു ദൈ ഹാൻഡ്സ് ഐ കമൻഡ് മൈ സ്പിരിറ്റ്. നിൻ്റെ കരങ്ങളിലാണ് എൻ്റെ പ്രാണൻ ഏൽപ്പിക്കുക. നമുക്കറിയാം, ഇത് ഒരു ചെറിയ കാലത്തിലെങ്കിലും, വളരെ ചെറിയ ഒരു പക്ഷേ ഏതാനും മണിക്കൂറുകളെങ്കിലും യേശുവിൻ്റെ ജീവൻ എന്ന് പറയുന്നത് അവിടുത്തെ പിതാവിൻ്റെ കരങ്ങളിലായിരുന്നില്ല. നിങ്ങളുടെ കരങ്ങളിൽ എൻ്റെ പ്രാണൻ നൽകുന്ന യേശു പറഞ്ഞൊരു വാക്കുണ്ട്. മനുഷ്യരുടെ കരങ്ങളിലേക്ക് ഈ അവൻ്റെ പ്രാണൻ കുറച്ച് നേരത്തേക്കെങ്കിലും നൽകപ്പെട്ട നിമിഷങ്ങളാണ് കടന്നുപോയത്. ഗത്സമൻ തോട്ടത്തിൽ വെച്ച് ഒറ്റ കൊടുക്കപ്പെട്ട ആ നിമിഷം തൊട്ട് കുരിശിൽ അവൻ്റെ കരതലങ്ങളിൽ ഇങ്ങനെ ആണി അടിക്കുന്നത് വരെ ഇങ്ങനെ കുറേ മനുഷ്യരുടെ കരങ്ങളിലായിരുന്നു യേശുവിൻ്റെ പ്രാണൻ. സ്വാഭാവികമായിട്ട് ആ പ്രാണനിൽ നിന്ന് നമുക്കൊന്നും ആഗ്രഹിക്കാനുണ്ടാവില്ല. മനുഷ്യർ വളരെ ഫൈനൈറ്റ് ബീങ്സാണ്. അവർ നമുക്കൊന്നും ആശിക്കാനോ പ്രതീക്ഷിക്കാനോ ഇല്ല. അപ്പോൾ ആ ഒരു ചെറിയ ഇടവേള കഴിഞ്ഞു. ഇനി എൻ്റെ പ്രാണൻ ഒരു മനുഷ്യരുടെയും കരങ്ങളിലല്ല. ലോകത്ത് ഏതൊരു മനുഷ്യൻ കിട്ടാവുന്ന ഏറ്റവും വലിയ എമാൻസിപ്പേഷൻ അതാണ്, ഏറ്റവും വലിയ ലിബറേഷൻ അതാണ്, ഏറ്റവും വലിയ വിമോചനം അതാണ്. എൻ്റെ പ്രാണൻ മനുഷ്യരുടെ കരങ്ങളിലല്ല. ബൈബിളിൻ്റെ ഏറ്റവും നടുക്കത്തെ വരിയൊക്കെ ആയിട്ട് കരുതപ്പെടുന്ന സങ്കീർത്തനം 118 അതാണ് ഇങ്ങനെ ഏറ്റവും നടുവുള്ള വരിയെന്നൊക്കെ ഇങ്ങനെ ചിലർ കണ്ടെത്തുകയും പറയുകയും ചെയ്യുന്നുണ്ട്. അതെന്താണ്? എൻ്റെ സഹായം മനുഷ്യരെന്നല്ല. നമ്മളാവട്ടെ ജീവിതത്തിലുടനീളം മനുഷ്യരുടെ കരങ്ങളിലേക്ക് ഉയർന്നു നോക്കിക്കൊണ്ടിരിക്കുക. അവർ നമ്മളെ പഠിപ്പിക്കുക, അവർ നമ്മൾ റോഡ് കടത്തും, അവർ നമുക്ക് ജീവിക്കാനായിട്ടുള്ള കാര്യങ്ങൾ തരും, അവർ നമുക്ക് ശമ്പളം തരും. നമ്മളെപ്പോഴും ഇങ്ങനെ മനുഷ്യ കരങ്ങളിലേക്ക് ഉയർന്നു നോക്കുക. സ്വാഭാവികമായിട്ട് നമ്മൾ അവരൊക്കെ ചെറിയ മനുഷ്യരായിട്ട് ജീവിക്കേണ്ട ബാധ്യതയുണ്ട്. എൻ്റെ പ്രാണനെ ഞാൻ നിൻ്റെ കരങ്ങളാണ് അർപ്പിക്കുക എന്ന് പറഞ്ഞ വലിയൊരു സമർപ്പണമുണ്ട്. യേശുവിൻ്റെ മരണം എന്ന് പറയുന്നത് നമുക്കറിയാം യോബിൻ്റെയൊക്കെ ഒരു ജീവിതവുമായിട്ട് വളരെ ബന്ധപ്പെട്ടതാണ്. പഴയ നിയമം പുതിയ നിയമമുള്ള ബന്ധത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറയാറുണ്ട്, പഴയ നിയമം എന്ന് പറയുന്നത് നിഴലും പുതിയ നിയമം എന്ന് പറയുന്നത് പോയിട്ടുള്ളതാണ്. അപ്പോൾ യേശുവിൻ്റെ നിഴൽ വീണ പഴയ നിയമ കഥാപാത്രം ജോബ് തന്നെ. നീതിമാനായ ഒരു മനുഷ്യൻ ഇങ്ങനെ കടന്നു പോകുന്നു. അയാൾക്ക് കാര്യമായിട്ട് തൻ്റെ സഹനത്തെക്കുറിച്ച് ഉത്തരവൊന്നും കിട്ടിയിട്ടില്ല. പക്ഷേ നിൻ്റെ കരങ്ങളിൽ എൻ്റെ ജീവിതത്തിൻ്റെ അർത്ഥമുണ്ട്. ചില നാടുകളിലെങ്കിലും മനുഷ്യർ ഈ കൈനോക്കുന്നതിൽ വിശ്വസിക്കുന്നുണ്ട്. നമുക്കറിയാം, ഈ അവനവൻ്റെ കൈത്തലങ്ങളിൽ അവനവൻ്റെ ഭാവി അടയാളപ്പെടുത്തിയിരിക്കുക എന്ന് പറഞ്ഞ് കുറച്ചൊരു ചൈൽഡിഷായ സങ്കല്പമാണ്. വിശേഷിച്ചും ഇതൊരു ഈ കൈരേഖകൾ എങ്ങനെയാണ് രൂപപ്പെട്ടെന്നൊക്കെ കുറിച്ച് നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ പറയാൻ പറ്റുമ്പോഴത്തേക്ക് ഇങ്ങനെ ഗ്രിപ്പിന് വേണ്ടി കിട്ടിയിരിക്കുന്ന കാര്യമാണ് കൈരേഖ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കൈരേഖകളിൽ ഭാവി ഉണ്ടെന്നൊക്കെ പറയുന്നത് എന്തോ നമ്മുടെ ഒരു യുക്തിക്കോ ഒരു പക്ഷേ വിശ്വാസത്തിന് പോലും നിരക്കുന്ന ഒന്നല്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, എൻ്റെ ഭാവി നിലകൊള്ളുന്നത് എൻ്റെ കരങ്ങളിലല്ല, നിൻ്റെ കരങ്ങളിലാണ്. നിനക്കെൻ്റെ മീതെ അവകാശമുള്ളത് കൊണ്ട് തന്നെ നിനക്കെൻ്റെ മീതെ ഒരു ലക്ഷ്യമുണ്ട്, പർപ്പസുണ്ട്. എൻ്റെ പർപ്പസ് നിശ്ചയിക്കുന്ന വാസത്തിൽ നീയാണ്. അങ്ങനെ വില്ലാളിയുടെ കയ്യിൽ നിന്ന് തൊടുത്തു വിട്ടപ്പെട്ട അസ്ത്രം കണക്കാണ് ജീവിതം എന്നൊക്കെ നമ്മൾ സങ്കീർത്തനങ്ങൾ വായിക്കുന്ന കണക്കാണ്. അപ്പോൾ യു ഹാവ് എ ഡിസൈൻ ഫോർ മീ, യു ഹാവ് എ പർപ്പസ് ഫോർ മീ. പിന്നെ എന്താണുള്ളത്? പിന്നെ സ്വാഭാവികമായിട്ട് ഇതിനകത്തുനിന്ന് ഉരുത്തിരിയുന്ന ഒരു റിവാർഡുണ്ട്. എന്തോന്ന് എനിക്ക് വേണ്ടി കരുതി വെക്കുന്നു, സമ്മാനിക്കുന്നുണ്ട്. ശേഷം നമ്മൾ കടന്നു പോകേണ്ടി വരുന്ന ഒരു വല്ലാത്തൊരു കാലമുണ്ട്. വല്ലാത്തൊരു നിശ്ചലാവസ്ഥയും വല്ലാത്ത ആശങ്കയും ലോകം കൈമാറുന്നൊരു കാലമാണ്. പലർക്കും ആ നാളെക്കുറിച്ച് കാര്യമായിട്ട് ധൈര്യമില്ല. കുറച്ചൊരു ദാരിദ്ര്യവും ഈ തൊഴിലില്ലായ്മയും ഒക്കെ വാസ്തവത്തിൽ നമ്മുടെ ചുറ്റും ഇങ്ങനെ പതുക്കെ ചൂളം കുത്തി നടപ്പുണ്ടാകും. ആ ഒരു കാലത്തിനകത്തിരുന്നു കൊണ്ട്
ഇതിനൊക്കെ മനുഷ്യൻ്റെ വിഷമങ്ങൾക്കൊരു റിവാർഡ് ഉണ്ടാകും എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടൊരു അസംബന്ധം കണക്ക് അനുഭവപ്പെട്ടേക്കാം, ഒരു അബ്സേർഡിറ്റി ആയിട്ട് അനുഭവപ്പെട്ടേക്കാം. അപ്പോൾ അത് എന്താണ് ഈ നന്മ, എന്താണ് ദൈവം നമുക്ക് വേണ്ടി കരുതി വെക്കുന്ന ഉപഹാരം എന്നൊക്കെ മനസ്സിൽ ഓർമ്മിച്ചാൽ നല്ലതാണ്. നമ്മൾ വസിക്കുന്ന വീടിൻ്റെ വലിപ്പമോ നമ്മൾ സഞ്ചരിക്കുന്ന കാറിൻ്റെ ബ്രാൻഡോ ഒന്നുമല്ല ആ ജീവിതത്തിന് വേണ്ടിയുള്ള റിവാർഡ്. അത് നമ്മൾ അനുഭവിക്കുന്ന മനസ്സമാധാനം പോലും ഒരു പക്ഷേ ജീവിതത്തിന് റിവാർഡാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്തുമാത്രം നല്ല മനുഷ്യരാണ്, ആ നല്ല മനുഷ്യരാണെന്ന കാരണം കൊണ്ട് തന്നെ ജീവിതത്തിൻ്റെ അസ്വസ്ഥതകളിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വരിക. എന്താണ് എനിക്ക് വേണ്ടി കരുതിയിരിക്കുന്ന റിവാർഡ്? ഇത് വേദപുസ്തകം പറയുന്ന ഒരു കാര്യത്തിനകത്ത് നമ്മുടെ വിശ്വാസത്തെ അടിവരയിട്ട് വെക്കുക എന്നുള്ളതാണ്. തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി അവനെല്ലാം നന്മയായിട്ട് പരിണമിപ്പിച്ചു. ഒരു കാലത്ത് ഇതെല്ലാം നന്മയായിട്ട് പരിണമിക്കും. നന്മയെന്ന് പറയുന്നത് ഈ ഇത്തിരി ഇടത്തിൽ നമ്മൾ കൊണ്ടു നടക്കുന്ന പ്രകാശമാണ്, ഈ ഇത്തിരി ഇടത്തിൽ നമ്മൾ കണ്ടെത്തുന്ന ബോധ്യമാണ്, ഈ ഇത്തിരി ഇടത്തിൽ നമ്മൾ രൂപപ്പെടുത്തുന്ന ആഭിമുഖ്യങ്ങളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ കടന്നുപോയ, നീ എന്നെ കടന്നു പോകാൻ അനുവദിച്ചിട്ടുള്ള എല്ലാ വഴികളും എൻ്റെ ആത്യന്തിക നന്മ ബലപ്പെടുത്തിയിട്ടുണ്ട്. ഇവോൾവിങ് സ്റ്റാറ്റസ് ഈസ് ഗുഡ്നസ് എന്നാണ് പറയുക. നടക്കുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ നല്ലതാണെന്ന് പറയണമെങ്കിൽ നമ്മുടെ തലയിൽ ആൾപ്പാർപ്പ് പാടില്ല. നിർഭാഗ്യവശാൽ എനിക്കും കേൾക്കുന്ന എല്ലാവർക്കും തലയിൽ ഇത്തിരി ആൾപ്പാർപ്പുള്ളത് കൊണ്ട് അത് കൺവിൻസിങ് അല്ല. പക്ഷേ ഇതിനകത്ത് രൂപപ്പെടുന്നൊരു കാര്യം എന്ന് പറയുന്നത് നന്മയാണ്. അപ്പോൾ ഒന്ന് അതിനകത്ത് നമ്മൾ കണ്ടെത്തുന്ന വല്ലാത്തൊരു സമർപ്പണമുണ്ട്. എൻ്റെ ആയുസ്, എൻ്റെ പ്രാണൻ, എൻ്റെ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ എൻ്റെ ശ്വാസം എൻ്റെ പാദങ്ങളിൽ ഞാൻ അർപ്പിക്കുക. രണ്ടാമതായിട്ട് അതിനകത്തുനിന്ന് ഉരുത്തിരുന്നൊരു കംഫർട്ടുണ്ട്. വളരെ ശാന്തമായിട്ടാണ് യേശു കടന്നു പോവുക. കാരണം ഒരു അടിസ്ഥാന സ്നേഹത്തിൽ വിശ്വാസം ഉണ്ടാകുമ്പോൾ മാത്രമേ നമുക്ക് കംഫർട്ട് ആകത്തുള്ളൂ. ഒരു കുഞ്ഞുദാഹരണത്തിനായിട്ട് ഞാൻ ഈ പ്രഭാഷണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പോലെ എൻ്റെ കൂടെ നിൽക്കുന്ന സ്നേഹിതരുമായിട്ട് എനിക്ക് അടിസ്ഥാനപരമായിട്ട് സ്നേഹം, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കൊടുക്കൽ വാങ്ങലുണ്ടെങ്കിൽ മാത്രമേ ഈ പ്രഭാഷണത്തിനകത്ത് ഏകാഗ്രത ഉണ്ടാകൂ. ഇതിനകത്തും നമ്മുടെ ഏകാഗ്രത പോകുന്നത് നമ്മുടെ അടിസ്ഥാന സ്നേഹത്തിനകത്ത് റപ്ചർ സംഭവിക്കുമ്പോഴാണ്. അത് ക്ലാസ് എടുക്കുമ്പോഴാവാം, വീടിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്കിടയിലുണ്ടാകുന്ന ചെറിയ ചെറിയ ശീതസമരങ്ങളാവാം. ആ സ്നേഹം കുറയുന്നിടത്തൊക്കെ ഈ കംഫർട്ട് കുറയും. അപ്പോൾ പൂർണ്ണ സ്നേഹത്തിൽ ആയിരിക്കുന്നതിനെ വിളിക്കുന്ന വാക്കാണ് ഈ സ്വാസ്ഥ്യത്തിലായിരിക്കുക, കംഫർട്ടിലായിരിക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. പണ്ടിങ്ങനെ വിവാഹിതനായ ഒരു മനുഷ്യൻ, ഒരു സമ്രായിയാണ് എന്ന് പറയുന്നത്, ഈ ആയോധന കലകളിൽ ഏർപ്പെടുന്ന കുറച്ച് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പ്രത്യേക ഒരു രീതിയാണ്, ജപ്പാനിലെ രീതിയാണ് നമുക്കറിയാം. അപ്പോൾ ഇയാളുടെ ആ ഭാര്യയുമായിട്ട് ചെറിയൊരു ഓടത്തിലൂടെ തടാകത്തിലൂടെ ഒഴുകി നടക്കുമ്പോൾ, തുഴഞ്ഞ് നടക്കുമ്പോൾ വലിയ കൊടുങ്കാറ്റും മഴയൊക്കെ ഉണ്ടായി. സ്വാഭാവികമായിട്ട് ഈ പെൺകുട്ടി ഇങ്ങനെ ആലിലണക്ക് വിറയ്ക്കുക, അവൾ ഭയന്ന് നിലവിളിക്കുക. പെട്ടെന്ന് അയാളുടെ കയ്യിൽ നിന്നുള്ള ആ വാളെടുത്തിട്ട് ഇവളുടെ തൊണ്ടക്കുഴിയിൽ ഇങ്ങനെ കുത്തിവെച്ചു. എന്നിട്ട് അവൾ ഇങ്ങനെ ഉറ്റു നോക്കി. ആ സെക്കൻഡ് തൊട്ട് ഇവൾ ഉറക്കെ ചിരിക്കാൻ തുടങ്ങി. വളരെ സന്തോഷത്തോടും സ്നേഹത്തോടും കൂടി ഉറക്കെ ചിരിക്കാൻ തുടങ്ങി. അപ്പോൾ അയാൾ പറഞ്ഞു, നിനക്ക് പേടിയില്ലേ ഞാൻ കൊല്ലുമെന്നുള്ളത്? അപ്പോൾ പറഞ്ഞു, എനിക്ക് പേടിയില്ല. എന്താ കാര്യം? ആ വാള് അങ്ങയുടെ കരങ്ങളിലാണ്. യു കാൺ ഡു എനി ഹാം ഫോർ മീ. അപ്പോൾ നമുക്ക് ചുറ്റുമുള്ള മനുഷ്യർ സ്നേഹമുള്ളതാണ് തിരിച്ചറിയുമ്പോൾ, നമുക്ക് ചുറ്റുമുള്ള പ്രകൃതി സ്നേഹമുള്ളതാണ് തിരിച്ചറിയുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു വല്ലാത്തൊരു സമാധാനത്തിൻ്റെ പേരാണ് ഈ കംഫർട്ട് എന്ന് പറയുന്നത്, സ്വസ്ഥ്യം. ഒന്നും നമുക്കെതിരാവുന്നില്ല, ആരും നമുക്കെതിരാവുന്നില്ല. അവസാനമായിട്ട് ഹോപ്പാണ്. ഒരു മരണം എന്തൊരു ഹോപ്പാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ യേശുവിൻ്റെ കാലത്ത് അത്രയും മരണാനന്തര ജീവിതത്തെക്കുറിച്ച് കാര്യമായിട്ട് വിശ്വാസമൊന്നും അവൻ്റെ സമൂഹം ഷെയർ ചെയ്തിട്ടുണ്ടാവില്ല. നമുക്ക് തന്നെ അറിയാം, അത്തരം ചില തർക്കങ്ങളിലൊക്കെ യേശുവിനെയൊക്കെ അവർ വലിച്ചിഴക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ജീവിക്കുമ്പോൾ ദൈവത്തോട് പറ്റി ജീവിക്കുക എന്ന മട്ടിൽ വിശ്വസിച്ചിരുന്ന വലിയൊരു സമൂഹം ഉണ്ടായിരുന്നു. മരണാനന്തരം എന്ന് പറയുന്നത് അവരുടെ ഒരു കോംപ്രഹെൻഷന് വിധേയപ്പെട്ടതോ അവർ കാര്യമായിട്ട് അതിനകത്ത് വിശ്വാസം പോലും പുലർത്താത്തിരുന്നൊരു കാലമുണ്ടായിരുന്നു. നമ്മൾ വിചാരിക്കുന്ന കണക്ക് എല്ലാവരുമൊക്കെ അത്തരമൊരു വിശ്വാസം പുലർത്തിയിരുന്ന ഒരു കാലത്തു നിന്നുമല്ല, സമൂഹത്തിൽ നിന്നല്ല യേശു വരുന്നത്. പക്ഷേ യേശുവിന് നല്ല ഉറപ്പാണ്. നിലത്ത് വീഴുന്ന ഒരു വിത്ത് കണക്ക് ഇത് കൃത്യമായിട്ട് ഒരു 3-ാം നാൾ മിക്കവാറും എല്ലാ ധാന്യമണികളെക്കുറിച്ചും എല്ലാ പച്ചക്കറികളെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞ കാര്യമാണ്. ഇത് 3 ദിവസത്തിനുള്ളിൽ അത് മുളക്കണം, ഇല്ലേ പിന്നെ മുളക്കാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ നിലത്ത് വീണ വിത്ത് നിശ്ചയമായിട്ട് മുളക്കും. നമ്മളതിനെ വിളിക്കുന്ന വാക്ക് അവിടുത്തെ ഉയർപ്പെന്നാണ്. അന്ന് തൊട്ട് ആ മരണമെന്ന് പറയുന്നത് ഒരുപക്ഷെ നമ്മുടെ ഒരു ബുദ്ധിക്ക് നിരക്കുന്ന വിധത്തിലുള്ള വിശദീകരണങ്ങളൊന്നും തന്നെ തരാൻ പറ്റില്ല. കാരണം നമ്മുടെ ഈ ടാഞ്ചിബിൾ സെൻസുമായി ബന്ധപ്പെട്ട ഒരു കാര്യമല്ല ഈ ആത്മാവെന്ന് പറയുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെടാത്ത, അതുമായിട്ട് നിരക്കാത്ത ഒരു കാര്യത്തെ വിശദീകരിക്കാനായിട്ട് നമ്മുടെ ഭാഷയുടെ ചതുര വടിവുകളെ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. പക്ഷെ നമുക്കറിയാം എന്തോ ഒന്ന് നിലനിൽക്കുന്നുണ്ട്. വിളക്കേ കിടന്നുള്ളൂ, വെളിച്ചം അവശേഷിക്കും. ആ ഒരു ബോധത്തിലാണ് ഈ കടന്നുപോക്ക് ഏറ്റവും സുഗമവും ഏറ്റവും കുലീനവും ഏറ്റവും ഭംഗിയുള്ളതും ഏറ്റവും അഴകുള്ളതുമൊക്കെ ആയിട്ട് മാറുന്നത്. ഇത് ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല.
എവിടെയോ ഒരു തളർപ്പുണ്ടാവുന്നുണ്ട്. ഒരു ചെറിയ കുട്ടി അതിൻ്റെ അമ്മയോട് ചോദിക്കുകയാണ്, കുട്ടിക്ക് പ്രശ്നമുണ്ട്, രക്താർബുദത്തിൻ്റെ പ്രശ്നമുണ്ട്, അധികം ആയുസില്ല. ഈ കുട്ടി അമ്മയോട് ചോദിക്കുന്നുണ്ട്, അമ്മ എങ്ങോട്ടാണ് ഞാൻ പോവുക, എന്താണ് എൻ്റെ ഒരു എൻഡ് പോയിൻ്റ് എന്താണ്? അപ്പം അമ്മ കണ്ണീരുള്ളിലടക്കിക്കൊണ്ട് കുഞ്ഞിനോട് പറഞ്ഞു, നീ തീരെ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ നിൻ്റെ പപ്പയ്ക്ക് വേണ്ടി കാത്തിരുന്ന് ഈ പുറത്തെ കസേരയിൽ നിന്ന് ഉറങ്ങിപ്പോയിട്ടുണ്ട്. ചിലപ്പോൾ അത്രയും ക്ഷീണിച്ചതുകൊണ്ട് നിൻ്റെ ടോയ് സൈക്കിളിൽ നിന്ന് ഉറങ്ങിപ്പോയിട്ടുണ്ട്. പിന്നെ കുറച്ചുകൂടി മുതിർന്നപ്പോഴേക്കും നിൻ്റെ സ്റ്റഡി ടേബിളിൽ തലയാഴ്ച ഉറങ്ങിയിട്ടുണ്ട്. പക്ഷെ നീ എവിടെ കിടന്ന് എങ്ങനെ ഉറങ്ങിയാലും ഉണരുമ്പോൾ നീ നിന്നെ തന്നെ കണ്ടിട്ടുള്ളത് നിൻ്റെ പപ്പായുടെ നെഞ്ചിലാണ്. അതുപോലെ മനുഷ്യരെങ്ങനെ കടന്നു പോയാലും, ഏത് കാലത്തിൽ കടന്നു പോയാലും, ഏത് നിമിത്തങ്ങളിൽ കടന്നു പോയി കഴിഞ്ഞാലും അവരുണരുമ്പോൾ അവരെ തന്നെ കാണുന്നത് അവിടുത്തെ മാറിലാണ്, അവിടുത്തെ മടിത്തട്ടിലാണെന്നൊക്കെയുള്ള ബോധത്തിൽ ആ മരണം നമ്മൾ ഭയപ്പെടുന്നൊരനുഭവമായിട്ട് ഇനി നിലനിൽക്കുന്നില്ല. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, മരണമേ എവിടെ നിൻ്റെ വിജയം? ആമേൻ. തമോന്മുഖം ജീവിതം പ്രഭാമയം സന്നിധാനം. തമോന്മുഖം ജീവിതം പ്രഭാമയം സന്നിധാനം.